ഹലോ കിഡ്സ്, ഹൗ ആർ യു ഓൾ? എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർക്ക് സുഖമാണ്. ആൻഡ് ഐ ആം എൻജോയിങ് ദ റെയിൻ ഔട്ട്സൈഡ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലും മഴ പെയ്യുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് മഴയൊക്കെ ഇഷ്ടമാണെന്ന് അറിയാം. മഴയത്ത് കളിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ മഴയത്ത് കളിക്കരുത്. ഇപ്പോൾ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു സമയമാണ്. സോ എന്തെങ്കിലും അസുഖം വരുത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാലോ ആർക്കാണ് ഈ അസുഖം കൊറോണയുള്ളതെന്ന് അറിയില്ല. സോ അവരിൽ നിന്ന് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള സാഹചര്യം കഴിവതും നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ അസുഖം വരാതെ നോക്കുക. മാതളം ഫ്രൂട്ട്സൊക്കെ ഇല്ലേ, അപ്പോൾ പ്രോംഗ്രാനൈറ്റ്സ് അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. സോ യു വിൽ ഗെറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അസുഖം വരില്ല. ഓക്കെ. സോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്ത് പോകേണ്ടി വരികയാണെങ്കിൽ മാസ്ക് ധരിക്കുക. അതുപോലെ സാനിറ്റൈസർ കൊണ്ട് കൈയൊക്കെ നല്ല വാഷ് ചെയ്ത് വൃത്തിയാക്കി വയ്ക്കുക. പുറത്ത് അച്ഛനും അമ്മയൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ അവരോടും ഇത് തന്നെ ചെയ്യാൻ പറയണം. കുളിച്ചിട്ട് നിങ്ങളെ തൊട്ടാൽ മതി എന്ന് പറയണം. ഓക്കെ. ലെറ്റ് us start today's class. Now you take the page number 7 in your little thinker. You may be thinking, why this teacher is not taking page number 5 and 6? എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? 5 and 6 നമ്മൾ പഠിക്കണ്ടേ എന്ന് വിചാരിക്കുന്നു. തൽക്കാലം നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ വേണ്ട, അവിടെ മാറ്റി വെക്കുക. ടീച്ചർ പിന്നീട് സമയം കിട്ടുമ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഇപ്പോൾ തൽക്കാലം വേണ്ട, ഒഴിവാക്കാം. Now you take page number 7 in your little thinker and get ready with your pencil and rubber. What can you see in the page number 7? Yes, can you see a box there? More yellow box under. There are some words also there. These words you are going to write in the blanks given below the pictures. Okay. ഓരോ പിക്ചറിന്റെ താഴെ ഏതൊക്കെയാണ് suitable words നമ്മൾ എഴുതാൻ പോവാൻ. So are you ready? Very good. Now listen carefully. First one is sandpaper, right? So what do you mean by a sandpaper? ടീച്ചറുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, കാണിച്ചു തരാൻ. ഞാൻ പിന്നീട് കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. നൗ യു ആസ്ക് യുവർ പാരൻസ് വാട്ട് ഇസ് എ സാൻഡ് പേപ്പർ. വീട്ടിലുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ യു സീ ദ പിക്ചർ ദേർ. വാട്ട് ഇസ് ദ യൂസ് ഓഫ് സാൻഡ് പേപ്പർ? അറിയില്ലായിരിക്കും അല്ലേ? പറഞ്ഞുതരാം. ഇപ്പം ജനലിലൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ ഇരുമ്പ് കമ്പിയിലൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉരച്ച് കളയാനാണ്. നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുരുമ്പ് മേലെയുള്ളതൊക്കെ പോയി സ്മൂത്താവും. സോ ദിസ് ഇസ് ദ യൂസ് ഓഫ് ദ സാൻഡ് പേപ്പർ. ഈ സാൻഡ് പേപ്പറും നൗ യു സീ ദ വൈറ്റ് പേപ്പർ. സീ വൈറ്റ് പേപ്പർ. ഈ വൈറ്റ് പേപ്പറും ആ സാൻഡ് പേപ്പറും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? യെസ്, ദ സാൻഡ് പേപ്പർ ഈസ് റഫ്. ടീച്ചർ പറഞ്ഞല്ലേ, ടീച്ചർ പറഞ്ഞ പോലെ സാൻഡ് പേപ്പർ റഫാണ്. അതേസമയം ദിസ് വൈറ്റ് പേപ്പർ ഈസ് സ്മൂത്ത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാൻഡ് പേപ്പർ ആൻഡ് വൈറ്റ് പേപ്പർ? ഈസ് ദ വൺ ഈസ് റഫ് ആൻഡ് ദ അതർ വൺ ഈസ് സ്മൂത്ത്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ്, isn't it? So the rough and smooth are opposite words. First one is rough. R-O-U-G-H. Rough. Rough എന്ന് വെച്ചാൽ പരപരുത്തത്. Next, white paper is smooth. Now you write smooth. S-M-O-O-T-H. Smooth. Smooth എന്ന് വെച്ചാൽ എന്താ? മിനുസമുള്ളത് അല്ലേ? സോ ദാ ഈ പേപ്പർ കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും. അതേസമയം സാൻഡ് പേപ്പർ എടുത്ത് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാലോ വേദനിക്കും അല്ലേ? സാൻഡ് പേപ്പർ റഫ് ആയതുകൊണ്ട് നമുക്ക് വേദനിക്കും. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് റഫ് ആൻഡ് സ്മൂത്ത്. സ്റ്റഡി ദ സ്പെല്ലിംഗ് ഓൾസോ. Now let's go to the second pictures, that is two bottles are given. What is the differences between them? രണ്ടിലും വാട്ടർ ഉണ്ട് അല്ലേ? രണ്ടിലും വെള്ളമുണ്ട്, പക്ഷേ രണ്ടും വ്യത്യാസമായിട്ടിരിക്കുന്നുണ്ട്. What are the differences? എന്തായിരിക്കാം?
നിങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ വെക്കാറുണ്ട് അല്ലേ? അച്ഛനും അമ്മയ്ക്കൊക്കെ കുടിക്കാനോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ വാങ്ങി വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുപ്പിയിലാക്കി വെക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ കാണും? കുപ്പിയുടെ മുകളിലൊക്കെ എന്ത് കാണാൻ പറ്റും? വി ക്യാൻ സീ ഡ്രോപ്സ് ഓഫ് വാട്ടർ, റൈറ്റ്? ഫ്രിഡ്ജിൻ്റെ തണുപ്പ് ആ ബോട്ടിലിൻ്റെ മേലെ കൊണ്ടത് ആ തണുപ്പിൻ്റെ വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. സോ നമുക്ക് എഴുതേണ്ടത് എന്താ? ദ വാട്ടർ ഇൻ ദിസ് ബോട്ടിൽ ഈസ്, യെസ്, എന്തായിരിക്കും? ചൂടാണോ തണുപ്പാണോ? യെസ്, തണുപ്പ്. സോ വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് വേർഡ് ഫോർ ദിസ് തണുപ്പ് എന്നുള്ളതിന് എന്താ നമ്മൾ പറയുക? യെസ്, കോൾഡ്. COLD, കോൾഡ്, തണുപ്പ്. Now look at the next picture. രണ്ടാമത്തെ ബോട്ടിൽ നോക്കൂ. Can you see vapors coming out of the bottle? ആവി പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ? ആവി വരുന്നുണ്ടോ? ബോട്ടിലിൽ നമ്മൾ ചൂടുവെള്ളം നിറച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചൂടുവെള്ളത്തിൽ നിന്നുള്ള ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഈ വെള്ളം എങ്ങനെയുള്ള വെള്ളമായിരിക്കും? യെസ്, ചൂടുള്ള വെള്ളം അല്ലേ? വാം വാട്ടർ ഓർ ഹോട്ട് വാട്ടർ. നേരത്തെ പറഞ്ഞത് കോൾഡ് വാട്ടർ ആയിരുന്നു, ഇപ്പോൾ വാം ഓർ ഹോട്ട്. നൗ യു റൈറ്റ് the water in this bottle is warm or hot. So the first bottle, the water in this bottle is cold. Second bottle, the water in this bottle is warm or hot. Finished? Okay. Now you turn the page. Take the page number 8. Okay. So in the page number 8, the same only. ആ 7ൽ നമ്മൾ എന്താണോ ചെയ്തത് അതേ തന്നെയാണ്. പക്ഷെ ഇതിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ? യമ്മി ഫുഡ് ഐറ്റംസ് കാണാം. ഡിഫറെൻറ്റ് ടേസ്റ്റ് ആർ ഗിവൺ ഇൻ ദ യെല്ലോ ബോക്സ്. റീഡ് ഇറ്റ് ഫസ്റ്റ്. യെസ്, സാൾട്ടി, സോർ, ബിറ്റർ ആൻഡ് സ്വീറ്റ്. സാൾട്ടി, സോർ, ബിറ്റർ, സ്വീറ്റ്. സാൾട്ടി എന്ന് വെച്ചാൽ എന്താ? ഉപ്പുള്ളത്. ബിറ്റർ, സോർ, പുളിപ്പുള്ളത്. ബിറ്റർ, കയ്പ്. സ്വീറ്റ്, മധുരം. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടം? മധുരം അല്ലേ? യെസ്, എനിക്കറിയാം. Now the first picture, see, what is this? Yes, laddu. I am going to eat this laddu. It is very tasty. ഇത് എവിടുന്ന ടീച്ചർക്ക് കിട്ടിയെന്നറിയോ? നിങ്ങളുടെ ചേട്ടന്മാരൊക്കെ SSLC 10ാം ക്ലാസ് പാസ്സായിട്ട് അത് ഫുൾ A+ ഒക്കെ മേടിച്ച് നല്ല മിടുക്കരായിട്ട് വന്നിട്ട് ടീച്ചേഴ്സിന് ലഡ്ഡു ഒക്കെ തന്നു കേട്ടോ. ആ ലഡ്ഡുവാണ് ഇപ്പോൾ ടീച്ചർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ലഡ്ഡു ഈസ് സ്വീറ്റ്. എങ്ങനെ? സ്വീറ്റ്. നിങ്ങളെപ്പോലെ തന്നെ സ്വീറ്റാണ്. സോ നൗ യു റൈറ്റ് ദ ലഡ്ഡു ഈസ് സ്വീറ്റ്. SWEET, sweet. Now the second one, lemon. ലെമൺ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലോക്ക്ഡൗണിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? വെള്ളം കലക്കി കുടിക്കാനൊക്കെ, സർബത്ത് ഉണ്ടാക്കാനും അതുപോലെ പല ആവശ്യങ്ങൾക്ക് നമ്മൾ ലെമണൊക്കെ എടുക്കാറുണ്ട് അല്ലേ? അച്ചാറുണ്ടാക്കാം, നാരങ്ങ വെള്ളം കലക്കി കുടിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ലെമൺ? ലെമൺ ജ്യൂസും ഇല്ലാതെ നിങ്ങൾ തനിയെ ലെമൺ എടുത്ത് കഴിച്ച് നോക്കൂ എങ്ങനെ ഉണ്ടാവുമെന്ന്. ലെമൺ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഹൗ ഇറ്റ് വിൽ ബി? യെസ്, ഇറ്റ് ഈസ്. ടീച്ചറുടെ മുഖം ഇങ്ങനെ പോവും. അപ്പം എന്തായിരിക്കും? പുളിപ്പ് അല്ലേ? സോ പുളിപ്പ് എന്നുള്ളത് നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? സോർ. SOUR, sour. So lemon is sour. SOUR എന്ന് എഴുതാം. നെക്സ്റ്റ് പിക്ചർ, bitter gourd. bitter gourd എന്ന് വെച്ചാൽ കൈപ്പയ്ക്ക. സോ കൈപ്പയ്ക്കൊക്കെ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അതിൻ്റെ രുചി എന്താണെന്നുള്ളത് പേരിൽ തന്നെ ഉണ്ട്. എങ്ങനെയായിരിക്കും? കയ്പ്. നമ്മളിങ്ങനെയല്ലേ കാണിക്കുക?
കയ്പ് എന്ന് പറയും. പക്ഷേ ബിറ്റർ ഗോർഡ് ഹെൽത്തി ഫുഡാണ് കേട്ടോ, നല്ലതാണ്. നല്ല ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ കറിയൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനം കയ്പയ്ക്ക. അപ്പോൾ അതിനെ അങ്ങനെ പറയരുത്, കഴിക്കണം. ഓക്കെ. സോ ബിറ്റർ ഗോർഡ് ഇസ് ബിറ്റർ. BITTER. bitter. എഴുതിയോ? ഓക്കെ. നൗ നെക്സ്റ്റ് വൺ ഇസ് യുവർ ഫേവറേറ്റ്, ദാറ്റ് ഇസ് ചിപ്സ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ജങ്ക് ഫുഡ്? ഇഷ്ടമാണോ? ജങ്ക് ഫുഡ് കഴിക്കാൻ പാടോ? എപ്പോഴെങ്കിലേ കഴിക്കുള്ളൂ അല്ലേ? ടീച്ചേഴ്സിനടുത്ത് നിങ്ങൾ പറയുന്ന ഒരു നുണയാണ്, എപ്പോഴെങ്കിലേ കഴിക്കുള്ളൂ എന്ന്. അങ്ങനെയാണോ? ഡെയിലി കഴിക്കുന്നെന്നാണ് ഞാൻ കേട്ടത്. ഇപ്പൊക്കെ സ്കൂളിലേക്ക് വരാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് ഒരു ഈ ബേക്കറി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ടീച്ചർ അറിഞ്ഞു. അതൊക്കെ ഒഴിവാക്കുക കേട്ടോ. ചിപ്സൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല, എപ്പോഴെങ്കിലും, ഡെയിലി കഴിക്കരുത്. ഓക്കെ. പ്രത്യേകിച്ച് ടി വിയുടെ മുമ്പിലിരുന്ന് ഈ ചിപ്സും ഈ വറുത്തതും പൊരിച്ചതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എങ്ങനെയാവും? ഗുണ്ടപ്പനാവും അല്ലേ? ഗുണ്ടപ്പനും ഗുണ്ടപ്പയൊക്കെ ആയിട്ട് അനങ്ങാൻ പറ്റാതെയും കളിക്കാൻ പറ്റാതെയും പിന്നെ വേഗം അസുഖം വരും. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിരിക്കില്ല, പെട്ടെന്ന് അസുഖം വരും. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുക. അതുപോലെ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള നട്ട്സൊക്കെ കഴിച്ച് ഇരിക്കുക. അപ്പോൾ ഇതുപോലെ ചിപ്സൊക്കെ എപ്പോഴെങ്കിലും മാത്രം കഴിച്ചാൽ മതി. മാസത്തിൽ അല്ല, ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ കഴിക്കാം. കൺട്രോൾ ചെയ്യാം മാക്സിമം. വീട്ടിലും പറയുക അധികമൊന്നും വാങ്ങരുത്. ഓക്കെ. സോ ചിപ്സിൻ്റെ ടേസ്റ്റ് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങളത് ഇഷ്ടപ്പെടുന്നത്? യെസ്, ചിപ്സ് ആർ സാൾട്ടി. ചിലപ്പോൾ ചില ചിപ്സിൽ സോൾട്ടും മറ്റേ മുളകും ഒക്കെ ആയിട്ട് നല്ല സ്പൈസി ആയിട്ടൊക്കെ കിട്ടും അല്ലേ? ലേസ് അങ്ങനെയുള്ളതൊക്കെ. അതൊന്നും വാങ്ങി കഴിക്കരുത് കേട്ടോ. വീട്ടിലുണ്ടാക്കി കഴിക്കാം. വീട്ടിൽ അമ്മയോട് ചിപ്സ് ഉണ്ടാക്കി തരാൻ പറയൂ, അത് നിങ്ങൾ കഴിച്ചു, നോ പ്രോബ്ലം. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കുക. ഓക്കെ. സോ ചിപ്സ് ആർ salty. 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 So we have studied 4 tastes. ഏതൊക്കെ ടേസ്റ്റുകളാ പഠിച്ചത്? സ്വീറ്റ് ലഡു, and lemon, sour, bitter gourd, bitter, and chips, salty. Now you take the page number 9. Use the words in the box to fill in the blanks. സെയിം തന്നെയാണ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഈ ഫില്ലിങ് ദ ബ്ലാങ്ക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേപ്സും കളേഴ്സും ആണ് അല്ലേ? റീഡ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ യെല്ലോ ബോക്സ്. സ്ക്വയർ, ഗ്രീൻ, റെഡ്, ബ്ലൂ, യെല്ലോ, സർക്കിൾ, സ്മോൾ, ബിഗ്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും മിക്സ് ആയിട്ടുണ്ട്. കളേഴ്സ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്. So we can sort them according to the pictures given. അപ്പോൾ നമ്മുടെ പിക്ചേഴ്സിനനുസരിച്ച് നമുക്ക് ഇതിനെ സോർട്ട് ചെയ്ത് എഴുതാം. സോ ഫസ്റ്റ് പിക്ചേഴ്സിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കൂ. നിങ്ങളുടെ ഫേവറേറ്റ് ക്രയോൺസ്. എല്ലാവരുടെ കയ്യിലും ക്രയോൺസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ക്രയോൺസിന് നമ്മൾ എന്തിനാ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന? കളർ അടിക്കാനായിരിക്കും അല്ലേ? സോ വി ഹാവ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ക്രയോൺസ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കാണുന്ന കളേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ എഴുതാം. The crayons are, so how many crayons are there in this picture? 4 crayons, alle. 4 colors under. See what the first color? Blue. Second one, red. Third one, yellow. And the fourth one is green. So blue, red, yellow, green. Okay. So write it. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ബോക്സിൽ നോക്കി എടുത്ത് എഴുതുക. നൗ ദ സെക്കൻഡ് പിക്ചർ എന്താണ്? 2 shapes are given. So I hope you have already studied about the shapes in your UKG. പഠിച്ചിട്ടുണ്ടോ അല്ലേ? സ്ക്വയർ, സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് എന്താണെന്ന് നോക്കൂ. ഫസ്റ്റ് വൺ, ദിസ് ഇസ് എ സ്ക്വയർ. SQUARE, square. Then what is the next picture? That is circle. CIRCLE, circle.
The next one, the bags are of different sizes. നോക്കൂ, രണ്ട് ബാഗ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? One is big and other one is small. ഒന്ന് വലുതും ഒന്ന് ചെറുതാണ്. So one bag is dash and the other bag is dash. So what you will write there? Yes, one bag is big and other bag is small. One is big and the other one is small. So what is the differences between big and small? Big എന്ന് വെച്ചാൽ വലുത്, വലിയത് അല്ലേ? വലിയ സാധനത്തിന് നമ്മൾ ബിഗ് എന്ന് പറയും. ആൻഡ് ചെറുതിന് നമ്മൾ എന്ത് പറയും? ചെറിയ സാധനത്തിന് നമ്മൾ സ്മോൾ എന്ന് പറയും അല്ലേ? സോ ദിസ് യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ പേജ് നമ്പർ 9 ലാസ്റ്റ് സ്പേസസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിൽ ഒരു ചെറിയ ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടെ എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, സോ നൗ ടേക്ക് ദ നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 10. So now you listen to the two sounds, like clap ചെയ്യുമ്പോഴുള്ള സൗണ്ടും ബെല്ലടിക്കുമ്പോഴുള്ള സൗണ്ടും. What is the differences between these two sounds? The sound made when you clap is soft sound ആണ് അല്ലേ? While the sound made by the bell is loud ആയിട്ട് നല്ല ഉറക്കെയുള്ള സൗണ്ടാണ് ബെല്ലിൽ നിന്ന് വരിക. ക്ലിങ് 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 നല്ല ഉറക്കെയുള്ള സൗണ്ട് അല്ലേ വരിക ബെല്ലടിക്കുമ്പോൾ. ക്ലാപ്പ് ചെയ്യുമ്പോഴോ സോഫ്റ്റ് സൗണ്ട്, ബെല്ലടിക്കുമ്പോൾ ലൗഡ് സൗണ്ട്. So write these in the dash. The sound made when you clap is soft, S-O-F-T, soft, while the sound made by the bell is loud. So I hope you have finished all this. Now let us revise today's class. We have studied the different senses, that is to feel, rough and smooth, and cold and warm or hot. Then to taste, sweet, sour, bitter and salty. And to see colors, blue, red, yellow and green. And to see shapes, square and circle, and sizes, big and small. And to hear soft and loud. Happy ആയിട്ടിരിക്കുക എല്ലാവരും. We'll see you in the next class with the other interesting activities. Till then, take care. Bye bye.